السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكأين من آية في السماوات والأرض يمرون عليها وهم عنها معرضون. الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി എന്നിരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധമായ ഇസ്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പഠിപ്പിക്കുന്നു. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന് ആവശ്യമായ ഏതെങ്കിലും ഒരു ഖൈറിനെ, നന്മയെ പഠിപ്പിക്കാതെ തങ്ങൾ പോയിട്ടുമില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കാലെടുത്ത് വെക്കുമ്പോൾ ആ കാര്യത്തിൽ ഇസ്ലാം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ആ കാര്യം എങ്ങനെയാണ് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്, ഇത് മനസ്സിലാക്കുകയും ആ മാർഗത്തെ പിൻപറ്റുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതവുമായി നിത്യേന ബന്ധപ്പെടുന്ന പല കാര്യങ്ങളും, അതിൽ ഇസ്ലാം എന്താണ് നമുക്ക് നൽകിയിരിക്കുന്ന മാർഗം, ഹബീബായ തങ്ങൾ പഠിപ്പിച്ച രീതി എന്താണെന്ന് അന്വേഷിക്കാറില്ല, അതിനെ മനസ്സിലാക്കാറില്ല, അത് ജീവിതത്തിൽ പകർത്താറില്ല. അങ്ങനെ നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന യാത്ര രീതി. ഒരു മുസ്ലിമിന്റെ യാത്ര അതെങ്ങനെയായിരിക്കും? ഒരു മുസ്ലിം തന്റെ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒരു മുസ്ലിം തന്റെ യാത്രയിൽ ചെയ്യേണ്ട അമലുകൾ എന്തെല്ലാമാണ്? എങ്ങനെ ഒരു മുസ്ലിം തന്റെ യാത്രയെ ഇബാദത്താക്കി മാറ്റാം? കാരണം നമ്മുടെ ജീവിതവുമായി നിത്യവും ബന്ധപ്പെടുന്ന ഒന്നാണ്. ചുരുങ്ങിയതും ദീർഘവുമായ യാത്രകൾ ദിവസേന ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അതിൽ എന്താണ് ഇസ്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, അതിലെന്താണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച മാർഗം, ഇത് പഠിക്കേണ്ടതാണ്. ആദ്യം നാം അറിയേണ്ട കാര്യം, നമുക്ക് യാത്രക്കുള്ള സൗകര്യങ്ങളും നിഅമത്തുകളും വാഹനങ്ങളും അല്ലാഹു നൽകിയതാണ്. അല്ലാഹു നൽകിയ നിഅമത്താണ്. ഈ നിഅമത്ത് അല്ലാഹു നൽകിയതിന്റെ പേരിലാണ് നമ്മുടെ ജീവിതം വേഗത്തിൽ കടന്നു പോകുന്നത്. വേഗത്തിലുള്ള പല യാത്രകളും ലഭിക്കുന്നത് അല്ലാഹു നിഅമത്ത് നൽകിയതിന്റെ പേരിലാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ നൽകിയ അനുഗ്രഹങ്ങൾ അവർ എടുത്തു പറഞ്ഞു. والخيل والبغال والحمير لتركبوها وزينة. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന മൃഗങ്ങളെ വാഹനമാക്കി നൽകി. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس. അല്ലാഹു തആല അവന്റെ നിഅമത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് സമുദ്രത്തിൽ യാത്ര ചെയ്യാൻ ഞാൻ സുന്ദരമായ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കപ്പലുകളെ നൽകിയില്ലേ?
അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ വാഹനങ്ങളെയും അത് ഓർമ്മപ്പെടുത്തും. അവിടെ തന്നെയാണ് യാത്രയ്ക്ക് മുമ്പുള്ള ദുആയിൽ ആ കാര്യം അവിടെ സ്മരിക്കുകയാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഈ വാഹനത്തെ, ഇതിനെ എനിക്ക് അള്ളാഹുവാണ് കീഴ്പ്പെടുത്തുന്നത്, ഈ നിഅമത്തിനെ എനിക്ക് അള്ളാഹുവാണ് നൽകിയത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ യാത്രയിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ നിഅമത്ത് അള്ളാഹു നൽകിയതാണ്. മാത്രമല്ല ധാരാളം പ്രയോജനങ്ങളുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല പറയുമായിരുന്നു, യാത്ര ചെയ്യുവിൻ, അതിൽ ധാരാളം പ്രയോജനങ്ങളുണ്ട്. മനുഷ്യന്റെ മാനസികമായ ദുഃഖങ്ങളെ ഇല്ലാതാക്കും, മനസ്സിന് ധൈര്യവും വിശാലതയും ചലിക്കുന്ന ഒഴുകുന്ന വെള്ളത്തെ പോലെയാണ് യാത്ര ചെയ്യുന്ന മനുഷ്യൻ. അതെപ്പോഴും ശുദ്ധമായിരിക്കും. യാത്ര ചെയ്യുന്ന മനുഷ്യന് ധാരാളം ദൃഷ്ടാന്തങ്ങളും ഗുണപാഠവും ലഭിക്കും. അവന്റെ മനസ്സിന് വിശാലതയുണ്ടാകും. പരിശുദ്ധ ഖുർആൻ ധാരാളം ആൾ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സീറൂ ഫിൽ അർദ് അഫലം യസീറൂ ഫിൽ അർദ്. നിങ്ങൾ യാത്ര ചെയ്യുന്നില്ലേ, സഞ്ചരിക്കുന്നില്ലേ? ഇസ്ലാം ഒരു മുസ്ലിമിനെ യാത്ര ചെയ്യുന്നതിനെ പ്രേരിപ്പിക്കും. പ്രധാനമായും 3 കാര്യങ്ങളാണ് മുന്നിൽ ഒരു മുസ്ലിമിന്റെ മുന്നിൽ യാത്രയ്ക്ക് ലക്ഷ്യമായിട്ടുള്ളത്. ഒരു മുസ്ലിം പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണ് യാത്ര ചെയ്യുന്നത്. ഒന്ന്, യാത്ര ചെയ്ത അല്ലാഹുവിന്റെ നിഅമത്തുകളെയും ഖുദ്റത്തുകളെയും കാണുവാനും ചിന്തിക്കുവാനും വേണ്ടി. ഭൂമിയിൽ ധാരാളമായ അല്ലാഹുവിന്റെ ധാരാളം ഖുദ്റത്തുകളുണ്ട്, അല്ലാഹുവിന്റെ നിഅമത്തുകളുണ്ട്. ഇതെല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ലിതഅലമു അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അടിമകൾ ഈ നിഅമത്തുകളെ കണ്ട് ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വലിപ്പവും അവന്റെ അളവത്തും ഖുദ്റത്തും അറിയാൻ വേണ്ടിയാണ്. അഫലം യസിറു ഫിൽ അർദ് ഫതകൂന ലഹും ഖുലൂബുൻ യഖിലൂന ബിഹാ. അല്ലാഹു തആല ചോദിക്കുക, നിങ്ങൾ യാത്ര ചെയ്യുന്നില്ലേ ഭൂമിയിൽ കൂടി? അങ്ങനെ യാത്ര ചെയ്താൽ ചിന്തിക്കാനുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിൽ കാണാൻ സാധിക്കും. ഭൂമിയിൽ ഒരു മുസ്ലിം യാത്ര ചെയ്താൽ അവൻ കാണുന്ന വസ്തുക്കളെ ചിന്തിക്കും. ഇതിനെ സൃഷ്ടിച്ച അല്ലാഹു, അവന്റെ ഖുദ്റത്ത്, അവന്റെ അളവത്ത്, അവന്റെ വലിപ്പം. അല്ലാഹു തആല ചില സ്ഥലത്ത് ആക്ഷേപിച്ചുകൊണ്ടൊക്കെ പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ? വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദ്. ഭൂമിയിലും ആകാശത്തിലും എത്രയോ അല്ലാഹുവിന്റെ നിഅമത്തുകളും ഖുദ്റത്തുകളുമാണ്, ദൃഷ്ടാന്തങ്ങളുമാണ്. യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. പക്ഷേ അവർ ചിന്തിക്കുന്നില്ല. അവർ പലതിനെയും അല്ലാഹുവിന്റെ പല മഖ്ലൂഖാത്തുകളെയും കാണുന്നു, ഇതിനെ സൃഷ്ടിച്ച അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. ഒന്ന്, മുസ്ലിമിന്റെ യാത്ര ദുനിയാവിൽ യാത്ര ചെയ്ത് ഇതിനെ സൃഷ്ടിച്ച അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി, വസ്തുക്കളെ കണ്ട്, ഈ മഖ്ലൂഖിനെ കണ്ട് ഇതിന്റെ ഖാലിഖായ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു യാത്രയാണ്. മുസ്ലിമിന്റെ രണ്ടാമത്തെ യാത്ര മഈശത്തിന് വേണ്ടിയാണ്, ജീവിത മാർഗങ്ങൾ തേടിയുള്ള യാത്രയാണ്. അതും ശ്രേഷ്ഠമായ പ്രതിഫലാർഹമായ യാത്രയാണ്, ഇബാദത്ത് ആയ യാത്രയാണ്. ഹദീസിൽ വരുന്നത്, ഒരു മുസ്ലിം ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാൻ, അന്തസ്സോടെ ഇസ്സത്തോടെ ജീവിക്കാൻ വേണ്ടി, തന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി, സമ്പാദ്യത്തിന് വേണ്ടി പുറപ്പെട്ടാൽ അവൻ എത്ര വലിയ ഉയർന്ന അവസ്ഥയിലായിരിക്കുന്നത്. ആഖിറത്തിൽ വരുന്നത് 14-ാം രാവിലെ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ അവന്റെ മുഖം പ്രകാശിക്കുന്നതാണ്. ദീൻ, സമ്പാദ്യത്തിന് വേണ്ടിയുള്ള യാത്രയെ ഇബാദത്തായിട്ട് മനസ്സിലാക്കി തരുന്നു. ഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറാ. ജുമുഅ നമസ്കാരം അല്ലാഹു തആല അതിനെ പറഞ്ഞു, അത് കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ പരന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകളെ തേടി യാത്ര ചെയ്യും. ആയിഷത്തിന് വേണ്ടി യാത്ര ചെയ്യും, അത് ഇബാദത്താണ്. ഒരു സഹാബി കച്ചവടത്തിന് വേണ്ടി ബഹ്റൈനിലേക്ക് പോകാൻ വേണ്ടി നബിയോട് അനുവാദം ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, പോയിക്കൊള്ളി, ഞങ്ങൾ കുറ്റപ്പെടുത്തിയില്ല, ആക്ഷേപിച്ചില്ല, യാത്ര ചെയ്ത് പോയി 2 റക്അത്ത് നമസ്കരിച്ചിട്ട് യാത്ര തുടങ്ങി. ഒരു ദിവസം പ്രഭാതത്തിൽ സഹാബാക്കൾ തങ്ങൾ നിൽക്കുമ്പോൾ ചെറുപ്പക്കാർ വേഗത്തിൽ യാത്ര പോകുന്നത് കണ്ടപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, മനുഷ്യൻ ദുനിയാവിനെ തേടി ദുനിയാവിന്റെ ആളെ യാത്ര ചെയ്ത് കാണുന്നില്ല നബി. തങ്ങൾ പറയുന്നു, അങ്ങനെ പറയരുത്. ആ മനുഷ്യൻ പുറപ്പെടുന്നത് തന്നെ കുടുംബത്തെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള മഈശത്തിനുള്ള യാത്രയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെ ഇസ്ലാം പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ യാത്ര തന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള യാത്രയാണ്. അത് ഇബാദത്തായി ദീൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ
ഇതിനർത്ഥം ആർഭാടങ്ങൾക്കും ആഡംബരങ്ങൾക്കും ദുർവ്യയത്തിനു വേണ്ടിയുള്ള സമ്പാദ്യ യാത്രയല്ല. മറിച്ച് തന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, ജനങ്ങളിൽ കൈനീട്ടാതിരിക്കാൻ, തന്റെ കീഴിൽ കഴിയുന്നവരുടെ ചെലവുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന സമ്പാദ്യത്തിന്റെ യാത്ര, അതിനെ ദീൻ ഇബാദത്തായി തന്നെ പഠിപ്പിക്കുന്നു. മൂന്നാമത് ഇസ്ലാം പ്രേരിപ്പിക്കുന്ന യാത്ര ദീനിന് വേണ്ടിയുള്ള യാത്രയാണ്. അത് രണ്ട് രീതിയിലാണ്. ഒന്ന് ദീൻ പഠിക്കാനുള്ള യാത്ര, രണ്ട് ദീനിനെ പ്രചരിപ്പിക്കാനുള്ള യാത്ര. ദീൻ പഠിക്കാൻ വേണ്ടിയുള്ള യാത്ര അത് ശ്രേഷ്ഠമായ യാത്രയാണ്. മുൻഗാമികൾ പറയുമായിരുന്നു, ഒരു മനുഷ്യൻ യമനിന്റെ ഒരറ്റം മുതൽ ഷാമിന്റെ അങ്ങേയറ്റം വരെ, അല്ലെങ്കിൽ ഷാമിന്റെ ഒരറ്റം മുതൽ യമനിന്റെ അങ്ങേയറ്റം വരെ ദൂരത്തുള്ള രാജ്യങ്ങൾ ഒരാൾ യാത്ര ചെയ്തു. ഇൽമിന്റെ ഒരു ചെറിയൊരു കാര്യം പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്താൽ, ഒരു കാര്യത്തിന് ദീനിന്റെ ഒരു കാര്യം പഠിക്കാൻ യാത്ര ചെയ്തെങ്കിലും ആ യാത്ര പാഴായതല്ല. ദീൻ പഠിക്കാനുള്ള യാത്ര അത് വലിയ ഉയർന്ന യാത്രയാണ്. അതുകൊണ്ട് മുൻഗാമികൾ ചില താപ്യങ്ങളെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 2 വാചകങ്ങൾ അത് മനസ്സിലാക്കാത്തതിന്റെ പേരിൽ, തബാറക അർ-റഖീം എന്ന 2 ആയത്തിന്റെ വാക്കുകൾ അത് മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ഒരു താപ്യയെ കുറിച്ച് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ഗ്രാമങ്ങൾ കൂടി നീണ്ട യാത്ര ചെയ്തു. അതിന്റെ അർത്ഥം പഠിക്കാൻ മനസ്സിലാക്കാൻ. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അദ്ദേഹം 1 മാസം യാത്ര ചെയ്തു ഒരു ഹദീസ് പഠിക്കാൻ. ഒരു മാസം യാത്ര ചെയ്തു. നമ്മുടെ മുൻഗാമികളുടെ ജീവിതങ്ങൾ ധാരാളം കാണാം. ദീൻ പഠിക്കാനുള്ള യാത്ര ഉമ്മത്തിൽ ഇല്ലാതെ പോയത്. ദീനിന് വേണ്ടി രണ്ടാമത്തെ യാത്ര ദീനിന്റെ ഇശാഅത്തിന് വേണ്ടിയാണ്, ദീനിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായ യാത്രയാണ്, ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള യാത്ര. അമ്പിയാക്കളുടെ യാത്ര ഭൂരിഭാഗവും ദീനിന്റെ പ്രചരണാർത്ഥമായി. സഹാബാക്കളുടെ യാത്ര ഭൂരിഭാഗവും ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. എനിക്ക് അല്ലാഹു നൽകിയ ഈ പ്രകാശത്തെ ഇത് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കണം എന്ന ചിന്തയിൽ അമ്പിയാക്കൾ യാത്ര ചെയ്തു, സഹാബാക്കൾ യാത്ര ചെയ്തു. ചിലർ വർഷങ്ങൾ യാത്ര ചെയ്തു, ചിലർ മാസങ്ങൾ യാത്ര ചെയ്തു, ചിലർ ആഴ്ചകൾ യാത്ര ചെയ്തു, ചിലർ യാത്ര ചെയ്ത് അവർ ആ വഴിയിൽ തന്നെ മരണപ്പെട്ടു. അവർ മടങ്ങി വന്നില്ല. ഏറ്റവും ശ്രേഷ്ഠമായ യാത്ര അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള യാത്ര. ഈ 3 നിലയിലാണ് ഒരു മുസ്ലിം പ്രധാനമായ യാത്ര ചെയ്യുന്നത്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ യാത്ര എന്നുള്ള നിർബന്ധമാണ്. മുസ്ലിമിന്റെ ജീവിതം ബന്ധപ്പെട്ടത് അവൻ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി യാത്ര ചെയ്യുന്നവനെയാണ്. അതുകൊണ്ട് ഇസ്ലാം അതിന് ചില മര്യാദകൾ, അതിന്റെ ചില രീതികളെ പഠിപ്പിച്ചു. അതാവ് സഫർ, യാത്രയുടെ മര്യാദകൾ. ഒരു മുസ്ലിം യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവന്റെ യാത്രയിൽ തഖ്വയോടുള്ള യാത്രയായിരിക്കും. അവൻ എവിടെ യാത്ര ചെയ്താലും തഖ്വയെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യും. ഒരു സഹാബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉരീദു സഫർ, നബി ഞാൻ ഈ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അവിടെ താങ്കൾ എനിക്ക് എന്തെങ്കിലും ചില ഉപദേശം നൽകിയാണ്. താങ്കൾ പറഞ്ഞു, സവ്വദകല്ലാഹു തഖ്വ, നിന്റെ യാത്രയിൽ അല്ലാഹു തആല നിനക്ക് തഖ്വയെ മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകട്ടെ. കാരണം നീ യാത്രയിൽ കൊണ്ടുപോകേണ്ട, യാത്രയുടെ കൂട്ടത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തഖ്വയാണ്. അദ്ദേഹം പറഞ്ഞു, സിദ്നി യാ റസൂലല്ലാഹ്, ഇനിയും എന്തെങ്കിലും എനിക്ക് വേണ്ടി പറയും. തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിന്റെ പാപങ്ങളെ കുറിച്ച് തരട്ടെ. അദ്ദേഹം പറഞ്ഞു, സിദ്നി യാ റസൂലല്ലാഹ്, നബി ഇനിയും പറയും. തങ്ങൾ പറഞ്ഞു, നീ എവിടെയാണെങ്കിലും നന്മ ചെയ്ത് അല്ലാഹു നിനക്ക് എളുപ്പം നൽകട്ടെ. അപ്പൊ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബി ഞാൻ യാത്ര പോകുന്നു, എനിക്കൊരു ഉപദേശം നൽകിയാലും എന്ന് പറഞ്ഞ സഹാബിയോട് നബി തങ്ങൾ ആദ്യം പറഞ്ഞത്, സവ്വദകല്ലാഹു തഖ്വ, തഖ്വയെ മുറുകെ പിടിച്ച് യാത്ര ചെയ്ത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആലയുടെ മുന്നിൽ ഇതുപോലെ ഒരു സ്നേഹിതനോട് പറഞ്ഞു, ഞാൻ യാത്ര പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ അടുത്തേക്ക് വരും, എന്റെ അടുത്തേക്ക് വരും, ഞാൻ നബി തങ്ങൾ എങ്ങനെയാണ് യാത്രയാക്കിയതിന് പഠിപ്പിക്കാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ദുആ ചെയ്തു, അസ്തഗ്ഫിറുല്ലാഹ ദീനക വഅമാനതക വഖാതിമ അമലക, അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നു, നിന്റെ ദീനിന്റെ കാര്യം, അമാനത്ത്, നിന്റെ അമലുകൾ, നിന്റെ അന്ത്യത്തെ കുറിച്ചെല്ലാം അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു. അല്ലാഹു തആല നിന്റെ യാത്രയിൽ ദീനിനെ സംരക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തു. കാരണം യാത്രയിൽ കൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീനും തഖ്വയുമാണ്. യാത്രയ്ക്ക് മുമ്പുള്ള സുന്നത്തായ ദുആയുണ്ട്, اللهم إني أسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. അല്ലാഹു നിന്നോട് ഞാൻ തഖ്വയെ ചോദിക്കുന്നു, തൃപ്തികരമായ അമൽ ചെയ്യാനുള്ള തൗഫീഖിനെ ചോദിക്കുന്നു. യാത്രയിൽ
ഒരു മനുഷ്യൻ യാത്രക്കാരൻ കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ യാത്ര അവരുടെ കൂട്ടത്തിൽ തഖ്വ ഉണ്ടാവുക എന്നതാണ്. ഒരു ഹാജ് കൊണ്ടുപോകുന്ന ചരക്കുകളിൽ കൊണ്ടുപോകുന്ന വസ്തുക്കൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ യാത്രയിൽ മുഴുവൻ തിരിച്ചു വരുന്ന തഖ്വ ഉണ്ടാകുക. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മൾ എങ്ങോട്ട് യാത്ര ചെയ്താൽ, കച്ചവടത്തിന്റെ യാത്രയാകട്ടെ, ഉല്ലാസ യാത്രയാകട്ടെ, അവൻ വേറെ ഏത് ലക്ഷ്യത്തിന്റെ യാത്രയാകട്ടെ, ആ യാത്രയിൽ അവന്റെ കൂട്ടത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ മടങ്ങി വരുന്നത് തഖ്വയോട് കൂടി യാത്ര ചെയ്ത് മടങ്ങി വരണം. കാരണം യാത്ര എന്നത് ഒറ്റപ്പെടുന്ന സമയമാണ്. തന്റെ കുടുംബത്തിൽ നിന്ന്, തന്റെ ഭാര്യയിൽ നിന്ന്, തന്റെ മാതാപിതാക്കളിൽ നിന്ന്, നാട്ടിൽ നിന്ന് ഒറ്റപ്പെടുന്ന സമയമാണ്. ശൈത്താൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ട് കിട്ടുമ്പോൾ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന എളുപ്പമാണ്. തന്റെ കുടുംബത്തിന്റെയോ തന്റെ നാട്ടിലുള്ള പേര് നഷ്ടപ്പെടാതെ എന്ത് തിന്മയും ചെയ്യാൻ സാധിക്കും. ശൈത്താൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന മനുഷ്യനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കും. അതുകൊണ്ട് തങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് തങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ശൈത്താനാണ്, കൂട്ടത്തിലെപ്പോഴും ശൈത്താനുണ്ടാകും. അതുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ ശൈത്താന്റെ കാവൽ ചോദിച്ചായി കാണും. اللهم رب السماوات السبع وما ضللنا ورب الأرضين السبع وما ضللنا ورب الرياح وما ضرينا ورب الشياطين وما ضللنا. ശൈത്താന്റെ ശർറിൽ നിന്ന് നിബിധങ്ങൾ യാത്രക്ക് മുമ്പ് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുമായിരുന്നു, യാത്രയിൽ കാവൽ ചോദിക്കുമായിരുന്നു. കാരണം യാത്രയിൽ ശൈത്താൻ മനുഷ്യനെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട്, പാപങ്ങൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, രണ്ട് സന്ദർഭത്തിൽ ശൈത്താൻ മനുഷ്യനെ പാപത്തിൽ അകപ്പെടുത്താൻ വളരെ കൂടുതൽ പരിശ്രമിക്കും. ഒന്ന്, ഒരു മനുഷ്യൻ ഉറങ്ങാൻ വേണ്ടി ചെല്ലുന്ന സമയം, ആ ഉറക്കത്തിന് മുമ്പ് പാപം ചെയ്യിപ്പിച്ച് ഹറാമിലായ ഒരു ഉറക്കം ആക്കാൻ ശൈത്താൻ പരിശ്രമിക്കും. നമുക്കെല്ലാം അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പ്രത്യേക മക്കളിൽ ഉറക്കം തിന്മയിലായി ഉറങ്ങിപ്പോകും. കാരണം ശൈത്താൻ അറിയാം, ചിലപ്പോൾ ഈ ഉറക്കം ഒരു അവസാന ഉറക്കമാണെങ്കിൽ ഹറാമിലായി പാപത്തിലായിട്ട് ആ ജീവിതം അവസാനിച്ചു. രണ്ട്, ശൈത്താൻ തിന്മയിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന യാത്രയിലാണ്. ഒരു യാത്രക്കാരനെ പരമാവധി ഹറാമുകളിൽ, തിന്മയിൽ, ഹറാമായ മ്യൂസിക്കിലും സംഗീതത്തിലും ഹറാമ് കാണുന്നതിലും ജോലിയാക്കി അവനെ യാത്രയിൽ മുഴുവൻ തിന്മയിലേക്ക് പരമാവധി പരിശ്രമിക്കും. കാരണം ഒരു പക്ഷേ ഈ യാത്ര അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്കായിരിക്കാം. കാരണം യാത്ര എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ എന്തും സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് യാത്രയുടെ ദുആയുടെ അവസാന ഭാഗം ഒരു ഉണർത്തൽ കൂടിയുടെ യാത്ര. ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങാനാണ്. ഒരു പക്ഷേ വീട്ടിൽ നിന്ന് പുറപ്പെട്ട വാപ്പ മക്കളുടെ പല പ്രതീക്ഷകളും സ്വപ്നങ്ങളും പറഞ്ഞ് പലതും വാപ്പയായിരിക്കാം, പക്ഷെ മടങ്ങി വരുന്നത് മയ്യത്തായിട്ടായിരിക്കും. ഭാര്യയോട് പല സ്വപ്നങ്ങളും പറഞ്ഞ് പലതും ഏറ്റുപോയ ഭർത്താവായിരിക്കാം, തിരിച്ച് മയ്യത്തായിട്ട് മടങ്ങി വരും. മാതാപിതാക്കൾക്ക് പലതും ഏറ്റ് വാങ്ങിക്കാൻ പറ്റിയ മക്കളായിരിക്കാം, തിരിച്ച് മയ്യത്തായി തിരിച്ചു വരുന്നു. കൂട്ടുകാർ ഉല്ലാസ യാത്രയ്ക്ക് പോയി, പക്ഷെ തിരിച്ച് എല്ലാവരും മടങ്ങി വരുന്നില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപകടങ്ങൾ, കപ്പൽ ദുരന്തം, വിമാന അപകടം, എന്തെല്ലാം അപകടങ്ങൾ. മനുഷ്യൻ പല സ്വപ്നങ്ങളുമായി വീട്ടിൽ നിന്ന് പോകുന്നു, പക്ഷെ മടങ്ങി വരുന്നില്ല. കാരണം ജീവിതം അങ്ങനെയാണ്, അല്ലാഹുവിന്റെ കയ്യിലാണ്. ഒരു മുൻഗാമി സാലിഹായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ വന്നു. അപ്പൊ വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം യാത്ര പോയിരിക്കുന്നു. അപ്പൊ വീട്ടിലുള്ള ജോലിക്കാരൻ ചോദിച്ചു, അദ്ദേഹം എപ്പോൾ അദ്ദേഹം മടങ്ങി വരും? വീട്ടിലെ ജോലിക്കാരൻ പറഞ്ഞു, ഒരാളെ പറ്റി എന്ത് പറയാൻ, അദ്ദേഹത്തിന്റെ ജീവിതമാകുന്ന കയറിന്റെ മറ്റേ അറ്റത്തിൽ മറ്റൊരാൾ പിടിച്ചിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും മരിക്കാം. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് എപ്പോൾ വരും, ആര് വരും, എന്ത് പറയാനാണ്? നമ്മൾ ഓരോരുത്തരും യാത്ര അങ്ങനെയാണ്. വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെടുന്നു, പലതും കേട്ടു, പലതും പറഞ്ഞു, പല സ്വപ്നങ്ങളെ യാത്ര ചെയ്തു. അല്ലാഹുവിനെ അറിയുകയുള്ളൂ ആരെല്ലാം മടങ്ങി വരും. അതുകൊണ്ട് ശൈത്താൻ യാത്രയിൽ പരമാവധി തിന്മയിലേക്ക് മനുഷ്യനെ ബന്ധപ്പെടുത്താൻ പരിശ്രമിക്കും. അവന്റെ ജീവിതം ആ തിന്മയിലായി അവസാനിക്കും. നമ്മൾ കണ്ടത് എത്രയോ ചെറുപ്പക്കാരെ, കൂട്ടുകാർ, അവർ പാപങ്ങളെ ഹറാമിനെ യാത്ര ചെയ്തു, അവരുടെ ജീവിതം അവസാനിച്ച തിന്മയിലാണ്. അതുകൊണ്ടാണ് യാത്രയുടെ ദ്വായിൽ പാപമോചനം ചോദിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഹദീസിൽ വരുന്നുണ്ട്, യാത്ര ചെയ്യുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് 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 പറഞ്ഞ് സുബ്ഹാനക ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. യാത്രക്ക് മുമ്പ് ചെയ്ത ദുആയിൽ അല്ലാഹു എനിക്ക് പുറത്തിടണമേ, പശ്ചാത്തപിച്ച് പാപങ്ങൾ പൊറുപ്പിച്ച് യാത്ര ചെയ്യണം. അറിയില്ല ഈ യാത്ര ജീവിതത്തിന്റെ അവസാന യാത്രയാണെങ്കിൽ പാപമൊന്നും ബാക്കിയാകും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും
നാം ശ്രദ്ധിക്കാവുന്ന യാത്രകൾ ഹറാമുകളായി നിറഞ്ഞു പോകുന്നു. ഉല്ലാസയാത്രയാണെങ്കിലും വിനോദയാത്രയാണെങ്കിലും നമ്മുടെ കച്ചവടത്തിന്റെ പല യാത്രകളും മ്യൂസിക്കിന്റെയും ഹറാമിന്റെയും തിന്മയുമാണ്. അറബി ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. 2 യുവാക്കളുടെ മരണം അദ്ദേഹം കണ്ടുപോയി. 2 യുവാക്കൾ അപകടത്തിൽ മരണപ്പെട്ടു. ഒരാളുടെ ചെവിയിൽ ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു. അതിൽ ആ ചെറുപ്പക്കാരൻ പാട്ട് കേട്ട അവസരത്തിൽ മരണപ്പെട്ടു. മരണപ്പെട്ടെങ്കിൽ അദ്ദേഹം ചെവി ഹെഡ്സെറ്റ് നോക്കിയപ്പോൾ പാട്ട് സംഗീതം കേട്ടുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ചെറുപ്പക്കാരന്റെ മരണം അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കേട്ടപ്പോൾ ഖുർആൻ കേട്ട് അവസരം മരണപ്പെട്ടു. ചിലരുടെ അന്തിമകനെ മരണത്തിൽ ഏറ്റവും മോശമായ മരണം മനുഷ്യൻ ഹറാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് ശൈത്താൻ നമ്മളെ യാത്രയും മ്യൂസിക്കിലും ഹറാമുമായി ബന്ധപ്പെടുത്തും. ജീവിതം ആ തിന്മയിലെ അവസാനിക്കാൻ വേണ്ടി. അതുകൊണ്ട് യാത്ര എന്നുള്ളത് ആർക്കും ഒന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഏത് അവസരം മുന്നിൽ വരും. അതുകൊണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തഖ്വയോടുകൂടി യാത്ര ചെയ്യും. ഏത് യാത്ര ചെയ്ത് തഖ്വയോടുകൂടി തഖ്വ നഷ്ടപ്പെടുത്തി കളയുന്നത്. മാത്രമല്ല യാത്ര എന്ന അവസരമാണ്, പല നന്മകൾക്കുമുള്ള അവസരമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്ത് 15 ദിവസം 15 പ്രാവശ്യം ഖുർആൻ അദ്ദേഹം ഖത്ം ചെയ്തു. യാത്രയില്ല. ഇന്നത്തേക്ക് എത്ര ബുദ്ധിമുട്ട് യാത്രയായിരുന്നു. സാദുൽ മആദ് എന്ന ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹിയുടെ കിതാബ് ഒരു പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അത് എഴുതിയത് യാത്രയില്ല. ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ളാഹിയുടെ കിതാബ് നുഹ്ബത്തുൽ ഫിക്ർ അത് എഴുതിയത് യാത്രയില്ല. മഹാന്മാർ മുൻഗാമികൾ യാത്രയും അവസരമായി മനസ്സിലാക്കി നന്മയിലായി ജോലിയാക്കി. നമ്മൾ എത്രയോ മണിക്കൂറുകളാണ് യാത്ര ചെയ്തത്. നമുക്ക് എന്തെല്ലാം നന്മകൾ സമ്പാദിക്കാൻ സാധിക്കും. ഇനി ഒന്നും സാധിച്ചില്ലെങ്കിൽ നമ്മുടെ യാത്ര ഒരിക്കലും നമ്മുടെ നമസ്കാരങ്ങൾ തടസ്സമാകരുത്. ഇസ്ലാം നമുക്ക് എളുപ്പമായ വഴികൾ തന്നു, പക്ഷെ അതിനർത്ഥം ഒഴിവാക്കാനല്ല. നമസ്കാരം ഇളവ് നൽകി ദീർഘമായ യാത്ര വന്നു ജമ്മാക്കാം, അത് രസമാക്കാം, പക്ഷേ ഒഴിവാക്കാൻ അനുവാദമില്ല. നമ്മൾ എത്രയോ കൂട്ടുകാർ യാത്ര ചെയ്ത് നമസ്കാരം ഒഴിവാക്കിയ. അതുകൊണ്ട് ജീവിതത്തിലെ മുഴുവൻ യാത്രകൾ നന്മകൾ നിറഞ്ഞതായിരിക്കണം. അറിയുകയില്ല നമ്മുടെ ജീവിതത്തിൽ ഏത് യാത്രയാണ് അവസാനത്തെ യാത്ര എന്നുള്ളത്. മാത്രമല്ല യാത്രയുടെ പ്രധാനപ്പെട്ട മറ്റൊരു മര്യാദ, യാത്രക്ക് മുമ്പുള്ള പല നന്മകൾ വിവിധങ്ങൾ പഠിപ്പിച്ച് പല സുന്നത്തുകൾ ദുആകൾ അത് ശീലിക്കണം. അത് നമുക്ക് സംരക്ഷണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുബ്ഹി ജമാഅത്തെ നിസ്കരിക്കുന്ന ശീലം. പകൽ പല യാത്രകൾ ചെയ്യുന്നവരാണ്. സുബ്ഹി ജമാഅത്തെ നിസ്കരിച്ച ഹദീസ് വരുന്നു, ഫഹുവ ഫീ ദിമ്മത്തില്ല, അവൻ ആ ദിവസം മുഴുവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും. യാത്രക്ക് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കാൻ ഹാജ് നമസ്കരിക്കാൻ പഠിപ്പിച്ചു. സഹാബി ബഹ്റൈനിലേക്ക് പോകുന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ 2 റക്അത്ത് നമസ്കരിച്ചു പോയി. യാത്ര പോകുകയും സദഖ ചെയ്ത് യാത്ര ചെയ്യും, സംരക്ഷണമാണ്. സഹാബി, പ്രായമായ സഹാബി വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കയറി കെട്ടി കണ്ണു കാണാത്ത പ്രായമായ സഹാബി മിസ്കീനും പാവങ്ങളും വരുമ്പോൾ സ്വന്തം കൈകൊണ്ട് സദഖ ചെയ്യുമായിരുന്നു. മക്കൾ ചോദിച്ചു, ഉപ്പ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ഞങ്ങൾ സദഖ ചെയ്യാം. ഇല്ല മോനെ, ഇല്ല മക്കളെ, ഹബീബായ തങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, സ്വന്തം കൈകൊണ്ട് സദഖ ചെയ്യുന്നത് മോശമായ മരണത്തിന് സംരക്ഷണമാണ്. അതുകൊണ്ട് സദഖ ചെയ്ത് യാത്ര ചെയ്യും. മാതാപിതാക്കളോട് പറഞ്ഞിട്ട് യാത്ര ചെയ്യും. അബൂ ഹുറൈറ റളിയല്ലാഹു തആലയുടെ ശീലമായിരുന്നു. അദ്ദേഹം യാത്ര പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉമ്മയെ പോയി കണ്ട് ഉമ്മയുടെ ദുആ വാങ്ങിച്ച് യാത്ര ചെയ്യുമായിരുന്നു. ഒരാളുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ പറഞ്ഞു, ഇനി നിന്റെ ഓരോ ചുവടുകളും സൂക്ഷിച്ചായിരിക്കണം. ഇത്രയും നാളിന്റെ പുറകിൽ നിന്റെ ഉമ്മയുടെ ദുആ ഉണ്ടായിരുന്നു, ഇനി ആ ദുആ ഇല്ല. മാതാപിതാക്കളോട് പറഞ്ഞിട്ട് യാത്ര ചെയ്യുക. വീട്ടിൽ ഇറങ്ങുമ്പോൾ ദുആ പറഞ്ഞ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ദുആ പറഞ്ഞ് യാത്ര ചെയ്യുക. വീട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. മടങ്ങി വരുമ്പോൾ ദുഃഖ വാർത്തകൾ കേൾക്കേണ്ടി വരികയില്ല. ആയത്തുൽ കുർസി ഓതി യാത്ര ചെയ്താൽ നബിതങ്ങളിങ്ങനെ പല ദുആകളും പഠിപ്പിച്ചു. ഇതെല്ലാം ജീവിതത്തിൽ നമ്മൾ യാത്രയിൽ ശീലിച്ചാൽ ആ യാത്ര ഇബാദത്തായി മാറും. ആ യാത്ര ഹിഫാദത്ത് ലഭിക്കുകയും ചെയ്യും. ആ യാത്രയിൽ സംരക്ഷണവും അല്ലാഹു തആല പല മുസീബത്തിൽ അപകട സംരക്ഷണം നൽകുകയും ചെയ്യും. ഇങ്ങനെ ഈ ജീവിതത്തിന്റെ എല്ലാ മേഖലയും ദീൻ നമുക്ക് വ്യക്തമായ മാർഗവും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്ത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.